ഹലോ നമസ്കാരം, വെൽക്കം ടു എജുഫിക്സ് അക്കാഡമി. ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏകദേശം 40 ലക്ഷം സ്റ്റുഡൻസ് പഠിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ഇഗ്നോയെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇഗ്നോയുടെ അഡ്മിഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തൊക്കെ പ്രോഗ്രാംസുകളാണ് ഇഗ്നോയിലുള്ളത്, അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഗ്നോയിൽ നിങ്ങൾക്ക് PG പ്രോഗ്രാംസുകൾ ഉണ്ട്, UG പ്രോഗ്രാംസുകൾ, PG ഡിപ്ലോമ കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകൾ, PG സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ്, ഇങ്ങനെ പലതരത്തിലുള്ള പ്രോഗ്രാംസുകളാണുള്ളത്. പ്രോഗ്രാംസുകളൊക്കെ നിങ്ങൾക്ക് 2 തരത്തിലാണ് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് നമുക്ക് ODL പ്രോഗ്രാംസ്, ഓൺലൈൻ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് 2 തരത്തിൽ പ്രോഗ്രാംസുകൾ ഉണ്ട്. ODL എന്ന് പറയുന്നത് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്. അതായത് നമ്മുടെ ഇഗ്നോയിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു. ആ ഒരു അഡ്മിഷൻ എടുത്തതിന് ശേഷം നമുക്ക് ബുക്സുകളൊക്കെ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ പോസ്റ്റലായിട്ട് നമുക്ക് വരുന്നു. ശേഷം അസൈൻമെന്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ 2 വിധത്തിലും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ എക്സാം സെന്ററിൽ പോയിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി. ഇനി ഓൺലൈൻ പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബുക്സുകളും അതൊക്കെ വരുന്നത്, ക്ലാസ്സുകളൊക്കെ വരുന്നത് ഓൺലൈനായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ എക്സാമുകളും നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് എഴുതേണ്ടി വരിക. നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ODL ഉള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സുകളാണ് ഓൺലൈനായിട്ട് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുള്ളിൽ ആദ്യം തന്നെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക. www.igno.ac.in. ഇതാണ് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് കാണാം. അതിൽ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ പ്രോഗ്രാംസിനെ കുറിച്ച്. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണ് വേണ്ടത്, അതിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്, അതിന്റെ ഫീ എങ്ങനെയാണ് വരുന്നത്, ആ കോഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഫസ്റ്റ് ഇയറിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, സെക്കൻഡ് ഇയറിൽ ഏതൊക്കെയാണ് പഠിക്കാനുള്ളത്, അങ്ങനെ ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോ ഓൺലൈൻ പ്രോഗ്രാംസും നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ UG പ്രോഗ്രാംസ്, PG പ്രോഗ്രാംസ്, ഡിപ്ലോമ കോഴ്സുകൾ എല്ലാം തന്നെ ഓൺലൈനിലും അവൈലബിൾ ആണ്. പക്ഷെ ഇതിൽ നമുക്ക് ODLനെ അപേക്ഷിച്ച് വളരെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഏതൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ പ്രോഗ്രാമിൽ കമ്പാരറ്റീവ്ലി നമുക്ക് കോഴ്സുകളൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് സ്റ്റുഡൻസും പഠിക്കുന്നത് ODL പ്രോഗ്രാംസ് ആണ്, ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ്. അതായത് ബുക്സുകൾ നമുക്ക് വരും, അതിനുശേഷം എക്സാം നമ്മൾ തന്നെ പോയിട്ട് സെന്ററിൽ പോയിട്ട് എഴുതുക. ആ ഒരു രീതിയാണ് പൊതുവെ സ്റ്റുഡൻസ് സെലക്ട് ചെയ്യാറുള്ളത്. ഈ ഒരു ODL പ്രോഗ്രാംസിൽ എന്തൊക്കെയാണ് പ്രോഗ്രാം ഉള്ളത് എന്ന് നോക്കാം. ഓൺലൈൻ എഡ്യൂക്കേഷന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാം ബ്രൗസ് അവർ പ്രോഗ്രാം എന്നുള്ളത്. അതിൽ UG PG എല്ലാ കോഴ്സുകളെ കുറിച്ചും പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഏത് കോഴ്സിന്റെ ആണോ നിങ്ങൾക്ക് അറിയാനുള്ളത് അത് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അതല്ല എങ്കിൽ ഇതിലിങ്ങനെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഓരോ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് തന്നെ അതിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ ആയിട്ട് ഒന്ന് സെലക്ട് ചെയ്യാണ്, MCOM സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും. അതായത് എത്രയാണ് അതിന് ഫീ വരുന്നത്, എന്താണ് ഡ്യൂറേഷൻ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ അതിന്റെ മീഡിയം എന്താണ്, നമുക്ക് ഏതൊക്കെ ലാംഗ്വേജിലാണ് അത് ലഭിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എത്രയാണ് ഫീ വരുന്നത്, ഡ്യൂറേഷൻ, എല്ലാ കാര്യങ്ങളും ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഡി സെന്റേഴ്സ് ഏതൊക്കെയാണ്, റീജിയണൽ സെന്റേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റ് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പ്രോഗ്രാംസ് എങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഇനി അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. എപ്പോഴാണ് ഇഗ്നോയിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇഗ്നോ 2026 ജാനുവരി സെഷന് ഇനി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഡിസംബർ ലാസ്റ്റ് വീക്കിലൊക്കെ ആയിരിക്കും. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഡിസംബർ 25 കൂടി ആയിരിക്കും നമ്മുടെ ഈ ഒരു അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ODL പ്രോഗ്രാമിനും ഓൺലൈൻ പ്രോഗ്രാമിനും വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടത്. രണ്ടിലും 2 പോർട്ടലായിട്ട് തന്നെ നമുക്ക് വരുന്നതായി. അപ്പോൾ ഈ ഒരു അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള സർട്ടിഫിക്കറ്റ്സുകൾ, അതായത് UG പ്രോഗ്രാം ആണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ +2ന്റെയും അതുപോലെ തന്നെ 10ന്റെയും മാർക്ക് ഷീറ്റുകൾ, ആണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ UG സർട്ടിഫിക്കറ്റ് കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. പ്രോഗ്രാംസിൽ നമുക്ക് എക്സ്പീരിയൻസ് തെളിയിക്കേണ്ടതായിട്ടുണ്ടാകും. അങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ് എടുക്കുന്നതെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടത് നമ്മുടെ ഒരു സിഗ്നേച്ചർ ആണ്.
അപ്പോൾ ഇനി അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആയാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് നമുക്ക് ആദ്യം തന്നെ ഒരു ABC ID ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കൊരു DEB ID ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നീടാണ് നമ്മുടെ ഈ ഒരു അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്യേണ്ട ഒരു ഭാഗം വരുന്നത്. ABC IDയിലോ അല്ലെങ്കിൽ DEB IDയിലോ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വന്നാൽ നമ്മുടെ ഈ ഒരു അഡ്മിഷൻ ക്യാൻസൽ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ അഡ്മിഷൻ ഒക്കെ കൺഫേം ആയതിനു ശേഷമാണ് നമുക്ക് ബുക്സ് വരുന്നത്. അതിനുശേഷമാണ് ക്ലാസ്സുകളെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്നത്. കാരണം ഇഗ്നോയിൽ നമുക്ക് ക്ലാസ്സുകൾ കൃത്യമായിട്ട് അങ്ങനെ ലഭിക്കാറൊന്നുമില്ല. അതായത് നമുക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം പഠിക്കുക എന്നുള്ളതാണ് ഇഗ്നോയുടെ ഒരു പോളിസി. അതിനുശേഷം വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇഗ്നോയുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അസൈൻമെന്റുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആണെങ്കിൽ കൂടി നമുക്ക് അഡ്മിഷൻ എടുക്കുമ്പോഴായാലും അതുപോലെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ നൽകുവാൻ നമുക്ക് ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. ഇഗ്നോയിലെ UG പ്രോഗ്രാംസോ PG പ്രോഗ്രാംസോ ഡിപ്ലോമ പ്രോഗ്രാംസോ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കൺഫേം ആകുന്ന രീതിയിൽ തന്നെ അഡ്മിഷൻ എടുത്തു തരികയും അതിനുശേഷമുള്ള എല്ലാ ഹെൽപ്പുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇഗ്നോയുടെ ചില കോഴ്സുകൾക്ക് ഞങ്ങൾ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാംസുകളായ MCOM, MBA, MA ഇംഗ്ലീഷ് തുടങ്ങിയവയ്ക്കും അതുപോലെ തന്നെ UG പ്രോഗ്രാംസുകളായ BCom, BBA, BA സോഷ്യോളജി, BA സൈക്കോളജി, BA എക്കണോമിക്സ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകൾക്കും തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഞങ്ങൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മലയാളത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ് സൊല്യൂഷൻസും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ ഇഗ്നോയുടെ അഡ്മിഷനും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ലഭിക്കുന്നതിനും അതുപോലെ ഇതിന്റെ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനുമായിട്ട് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുവാനുള്ള നമ്പറുകൾ താഴെ കൊടുക്കാം. അതുപോലെ ഇഗ്നോയുടെ പുതിയ അപ്ഡേഷൻസ് പെട്ടെന്ന് തന്നെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ചാനലും അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാവുന്നതാണ്. അതുപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്